ഹായ് ഗായ്സ്, ടൂർ ദ ബ്രിട്ടൻ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനും ചാനും കൂടി സ്പെയിനിലെ ബാഴ്സലോണയ്ക്ക് ഒരു 3 നൈറ്റ്സ് ഒരു ഷോർട്ട് ട്രിപ്പ് പോയതാണ്. ഒത്തിരി നാളുകൾക്ക് ശേഷം പോയൊരു ട്രിപ്പായിരുന്നു. റൈനാഡിൻ്റെ ഫ്ലൈറ്റ് വഴിയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഈ ഹോളിഡേ ബുക്ക് ചെയ്ത് ലവ് ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയാണ്. അപ്പോൾ വളരെ മാസങ്ങൾക്ക് മുന്നേ ബുക്ക് ചെയ്തൊരു ഹോളിഡേ ആയിരുന്നു. മാസം നമ്മൾ കുറേശ്ശെ പൈസ കൊടുത്ത് അങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്തത്. ഞങ്ങൾ താമസിച്ചത് ഹോട്ടൽ മേഴ്സ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. ബാഴ്സലോണ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരത്തിൽ. നല്ലൊരു ഹോട്ടലായിരുന്നു. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഈവനിങ് മീലും ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ പോയത് അവിടുന്ന് ഒരു 10 മിനിറ്റ്സ് വോക്ക് ചെയ്യാനേ ഉള്ളൂ. പിന്നെ ഡിമാർ ബീച്ചിലേക്കാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ച്. ഒത്തിരി തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങളാണെങ്കിൽ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. നമ്മുടെ നാട്ടിലെ വാഴയും പിന്നെ ഗൾഫിലൊക്കെയുള്ള ഈന്തപ്പനയും ഒക്കെ അവിടെ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ഒരു ചർച്ചിൽ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ആഫ്റ്റർനൂൺ ഞങ്ങളുടെ പ്ലാന് നമ്മളവിടെ നിന്നൊരു ടാക്സി പിടിച്ച് ഒരു 45 മിനിറ്റ്സ് ദൂരത്തിൽ വേറൊരു ബീച്ചിലെത്തി. അവിടെ നിന്ന് ഞങ്ങളൊരു ക്രൂയിസ് ബുക്ക് ചെയ്തായിരുന്നു. ആഫ്റ്റർനൂൺ 3 hours നമ്മൾ ഈ ക്രൂയിസിലാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് ഫുഡുണ്ട്, പിന്നെ ഡ്രിങ്ക്സ് ഉണ്ട്, പിന്നെ പാട്ട്, ഡാൻസ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, ടോയ്ലറ്റ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 1 മണിക്കൂറോളം ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് 1 hour സീയിലൂടെ സ്വിമ്മ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഷിപ്പിൻ്റെ ഡെക്കിയിൽ നിന്ന് താഴേക്ക് സീയിലേക്ക് ചാടാനും ഒക്കെയുള്ളൊരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് ഫുഡ് ഇട്ട് കൊടുത്താൽ ഒത്തിരി മീനുകൾ വന്ന് കുത്തിത്തിന്നെ. അത് കണ്ടിരിക്കാൻ തന്നെ കണ്ണിന് എന്തൊരു കുളിർമയാണെന്നറിയാമോ. ആദ്യം ചേനാണ് ചാടിയത്. കടലിൽ ഭയങ്കര തണുപ്പൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്ത് കുറേ നേരം സ്വിമ്മ് ചെയ്യാനായിട്ടൊക്കെ പറ്റി. പിന്നെ ഈ ഷിപ്പിനോട് ചേർന്ന് തന്നെ നമ്മൾ സ്പഞ്ച് പോലെ വെള്ളത്തിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിനകത്ത് കുറേ നേരം കിടക്കാൻ ഞാൻ വെച്ചാലും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. എന്താ പറയുന്നത്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം. കുറച്ച് നേരം സ്വിമ്മ് ചെയ്തു. പിന്നെ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളന്ന് വൈകുന്നേരം തിരിച്ച് ടാക്സി ബുക്ക് ചെയ്ത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയി. ഈ ബീച്ചാണെങ്കിൽ വളരെ ഫേമസ് ആണ്. എനിക്ക് തോന്നുന്നു ബാഴ്സലോണയിൽ പോകുന്ന എല്ലാവരും തന്നെ ഈ ബീച്ചിൽ പോകാറുണ്ട്. പിന്നെ ഡിമാർ ബീച്ചിൻ്റെ തന്നെ ഒരു പാട്ടായിട്ട് വരും ഇത്. അതിനുശേഷം ഞങ്ങൾ അവിടെ ഒരു കോഫി ഷോപ്പിൽ പോയി കോഫിയൊക്കെ കുടിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ പോയത് ബാഴ്സലോണ സിറ്റി കാണാനാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ട്രെയിന് ഒരു 1 hour ഉണ്ട്. അത് ഞങ്ങൾ സഗ്രാഡ കത്തീഡ്രൽ കാണാൻ പോയി. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കത്തീഡ്രലാണിത്. ഇതിനകത്ത് കയറാൻ അൺഫോർച്യുനേറ്റ്ലി ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം മാസങ്ങൾക്ക് മുന്നേ അത് ബുക്ക് ചെയ്യണമായിരുന്നു. നമുക്കത് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ പുറമേ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ബാഴ്സലോണ ടൗൺ മുഴുവൻ കാണാനായിട്ട് ഒരു 3 hours ഒരു ബസ് ടൂർ ബുക്ക് ചെയ്തു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ബാഴ്സലോണ സിറ്റി മുഴുവനും എല്ലാ ഡിസ്ട്രിക്ട്സിലൂടെയും ഈ ബസ്സിൽ പോയി. ഒത്തിരി ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒത്തിരി ബിൽഡിങ്സ് കാണാൻ പറ്റി. അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ആളുകൾ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് ട്രെയിന് വൈകുന്നേരം ഞങ്ങളുടെ ഹോട്ടലിലേക്ക് തിരിച്ചു പോകുന്നു. ആ യാത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഹോട്ടലിനോട് ബൈ ബൈ പറഞ്ഞ് EasyJet വഴിയാണ് നമ്മൾ തിരിച്ച് UK വന്നത്. ഫ്ലൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളത് സെപ്പറേറ്റ് പേ ചെയ്യണം. നമ്മൾ നാട്ടിൽ പോകുന്ന പോലെ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾക്കൊരു നല്ലൊരു അവസരം കിട്ടിയത് കോക്പിറ്റിൽ കയറാൻ പറ്റി. നല്ല പൈലറ്റ്സ് ആയിരുന്നു. അവർ സമ്മതിച്ചതുകൊണ്ട് ഞങ്ങൾ കോക്പിറ്റിൽ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് കോക്പിറ്റിൽ കയറിയതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലഗേജ് പിക്ക് ചെയ്ത് 4 ദിവസത്തെ ഹോളിഡേയുടെ സന്തോഷത്തിൽ തിരിച്ച് വീട്ടിലേക്ക് പപ്പേനും അമ്മേനും പിള്ളേരെയും കാണാനെത്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.